എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഏത്തങ്ക മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: ഏത്തങ്ക തൊലി ചെറിയ രീതിയിൽ ചെത്തിയാൽ മതി. ഏത്തങ്കയുടെ തൊലി പോഷക ഗുണമുള്ളതാണ്. അത് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. മുളക് പൊടിയും ഇവിടെ ഇട്ട് ഉപ്പും ഇട്ട് ഒന്ന് വിരവി വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് വിരവി വയ്ക്കണം ഒരു 5 മിനിറ്റ്. അരിഞ്ഞു വെച്ച കായലും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് അടപ്പ് മാറ്റി നോക്കാം. കാ ഒന്നുകൂടി വെന്ത് ഒന്ന് വെള്ളം വറ്റട്ടെ. അതിനുശേഷം നമ്മൾ വഴറ്റുന്ന ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കുരുമുളക് പൊടിയും ചേർത്ത് ഇറക്കാം. അടപ്പ് മാറ്റി നോക്കാം. ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു ഇതിൻ്റെ നനവിൽ തന്നെ നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റി വെച്ചേക്കുന്നതിലോട്ട് ഈ കായ ഇട്ട് കൊടുക്കാം. ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഇവിടെ ഏകദേശം വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് മുളക് പൊടിയും ചേർത്ത് വേവിച്ച കാ കോരി ഇടണം. ഒന്ന് ഇളക്കിയതിന് ശേഷം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഉറപ്പായിട്ടും കുരുമുളക് പൊടി ഇടണം. കുരുമുളക് പൊടിയാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അറിഞ്ഞുകൂടാത്തവർ ചെയ്തു നോക്കണം. ഏത്തങ്ക വെച്ചാണ് ചെയ്യാനുള്ളത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊന്ന് 5 മിനിറ്റ് മൂടി വെച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം.